ഹായ് ഗൈസ്, വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആയിട്ടുള്ള കടലക്കറിയാണ്. അതിനായി കുതിർത്ത് വെച്ച കടല കുക്കറിലേക്കിട്ട് കുറച്ച് ഉപ്പും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് വേകാൻ വെക്കാം. ഇനി കടലക്കറിക്ക് ആവശ്യമായ 4 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ അരിഞ്ഞ് എടുത്ത് വയ്ക്കാം. വെന്ത് വന്ന കടലയിൽ നിന്ന് 3 സ്പൂൺ കടല ഒരു ജാറിലേക്കെടുത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി കറി വെക്കാൻ ആവശ്യമായ പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാള കുറച്ച് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത് 2 മിനിറ്റ് നേരത്തോളം നമുക്ക് പാത്രം മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി മാറ്റി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വഴറ്റി വെച്ച പച്ചക്കറികളൊക്കെ നമുക്കിനി ഒരു സൈഡിലേക്ക് ഒതുക്കി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അല്പം ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി അരപ്പ് മൂപ്പിച്ചെടുക്കാം. അരപ്പ് മൂത്ത് കഴിയുമ്പോൾ വഴറ്റി വെച്ച സവാളയും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. കടല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ച കടല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. കറി വെന്ത് കഴിയുമ്പോൾ അല്പം കൂടി ഗരം മസാലയും 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കറി ഓഫ് ചെയ്യാം. അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഈസി ടേസ്റ്റി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.